ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയാണ്. പിന്നെ ഇവിടുന്ന് തറവാട്ടി പോകണം. അതിങ്ങനെ ഓക്കെ, നമുക്ക് തറവാട്ടി പോകണം. അവിടെ നിന്നാണ് വണ്ടി വരിക. അപ്പോൾ 2 ഡേ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് കാണാം. എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചു. കട്ടിലെടുത്തോട്ടെ. പണി തുടങ്ങിയോ? അങ്ങനെ പിന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ട് വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വണ്ടി വന്നു വയറിലായിരിക്കണം. പിന്നെ കൊറേ ആയി നോക്കണം. വയറിലായിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ പറയണത് ഒരു കുഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങളെടുത്തത് എമിറേറ്റ്സ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ 2 ഡേ ട്രിപ്പ് പാക്കേജാണ്. ഭയങ്കര അഫോർഡബിളും നല്ല സർവീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം, കോൺടാക്ട് ചെയ്ത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ പാക്കേജ് എടുത്ത് പോകുന്നതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവരുടെ സർവീസിൻ്റെ അണ്ടറിൽ വരും. അപ്പവും നൂലപ്പവും മസാലക്കറിയും, മസാലയാണോ കുറുമയാണോ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ചായയും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി ഒക്കെ വരും. അങ്ങനെ ഒരു എനർജി ഫുഡ് കഴിച്ചപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. അതുകൊണ്ട് പിന്നെ വണ്ടിയുടെ പേര് ഡ്രാഗൺ ഫ്ലൈ ട്രാവൽ ഗൈഡ് ആഷിഖ് എന്നായിരുന്നു പേര്. അപ്പോൾ സർവീസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ചാൽ ഫുൾ ഓണായിരുന്നു. അപ്പോൾ നമുക്ക് കലാവിരുതൊക്കെ കാണാം. വണ്ടി ഇടയ്ക്കൊന്ന് നിർത്തും. നമുക്കൊന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ എടുക്കൂലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് പോവുക. പിന്നെ ഈ കൊടൈക്കനാലൊക്കെ എത്താറാകുമ്പോഴത്തേക്ക് എൻ്റെ ചുരമൊക്കെ കയറുമ്പോൾ അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊന്നും ശരിക്കും കിട്ടൂല. ശരിക്കും അത് കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ എന്തായാലും വരില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള വഴികളൊക്കെ ആയിരുന്നു. അതിൻ്റെ പിന്നെ നമ്മളുടെ ആട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ ആർമാദിച്ചതുകൊണ്ട് അത് വേഗം അങ്ങോട്ട് ഓഫായി. പിന്നെ നമ്മൾ കൊടൈക്കനാൽ കിടന്നു. അപ്പോഴത്തേക്കും നല്ല തണുപ്പും കോടയൊക്കെ കണ്ടു തുടങ്ങി. ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ ഞങ്ങൾ കാഴ്ച കാണായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടൈമിംഗ് ഒക്കെ കറക്റ്റാണ്. കറക്റ്റ് ടൈമിൽ കൊടൈക്കനാൽ എത്തിക്കുന്നു പറയുമ്പോൾ അത്രയും സമയം തന്നെ എത്തിക്കും. അതുകൊണ്ട് പങ്ക്ച്വാലിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ലാഗിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര കോടയൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മൾ എവിടെ എത്തിക്കണേ? വാട്ടർഫോൾസ്. ഇതാണ് വാട്ടർഫോൾസ്. സോറി. അവിടുത്തെ മുളക് പൊച്ചൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ടങ്ങനെ നടന്നു.
വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹോട്ടലിൽ ചെന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ നമുക്ക് ഫുഡ് എത്തി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. സ്റ്റേ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. മൊത്തത്തിൽ കൊള്ളായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് നല്ലൊരു വ്യൂ പോയിൻറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എന്തായാലും ഒരു 5:30 മണിയാകുമ്പോഴാണ് ഇനി പുറത്തേക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുള്ളൂ. അതുവരെ റെസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്തു. മൈലോ ഹലോ ഗൈസ്, ഡേ 1 നമ്മളിപ്പോൾ ലേക്കിലേക്ക് പോവാണ്. റെഡിയായി, ഒന്ന് റെസ്റ്റ് എടുത്ത് റെഡി ആയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് വരികയാണ്. ഞങ്ങൾ നേരത്തെ ചായ കുടിച്ചു. നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്. അതെ ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ ലേക്കിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു എന്നിട്ട് നമ്മൾ പോവാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അപാര തണുപ്പാണ് ഗൈസ്. ബാക്ക് ടു ലേസ്. നമ്മൾ ഓൾറെഡി ഇത് എടുത്തതാണ്, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. വെറുതെ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. വണ്ടിയിലോട്ട് പോകണം നമ്മൾ. പിന്നെ നമുക്ക് ലേക്കിലെത്തിയിട്ട് ബാക്കിയുള്ളത് കാണാം. നമ്മുടെ വണ്ടി ഞാൻ വോയിസ് ഓവർ വിചാരിച്ചിട്ടാണ്. വെള്ളം കുടിച്ചിട്ട് നമുക്ക് പോകാം. ലേക്കൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അറിഞ്ഞും പുറഞ്ഞും ഫോട്ടോ എടുക്കലായിരുന്നു. മാറി നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കുറേ ഫോട്ടോ അങ്ങോട്ട് പടച്ചു. ഐസ്ക്രീം മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പുക പോകുന്ന കാണുന്നുണ്ടോ? തണുപ്പാണെങ്കിലും ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഐസ്ക്രീം കഴിച്ചത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ലേക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളവിടെ കഴിപ്പായിരുന്നു പരിപാടി. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മസാലക്കടല കഴിച്ചു. ഇതെല്ലാം അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ ലേക്ക് സൈഡിൽ കൂടെ നടന്ന് പോവാണ്. അങ്ങനെ നടന്ന് രാത്രിയപ്പോൾ കേഫ് ടു കേമെന്ന് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കുടിച്ചു. സൂപ്പർ. ഇത് കുടിച്ചിട്ട് കൈ കിട്ടിയതാണ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് നടന്നതാണ്. പിന്നെ അപ്രതീക്ഷിതമായ ഒരു കാര്യമുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഒരു 1.5-2 കിലോമീറ്ററോളം നടന്ന് കാലൊക്കെ വേനച്ചു. നമ്മൾ കൂട്ടം തെറ്റിയ പോലെ ഒരു സംശയം. ചെറുതായിട്ട് കൂട്ടം തെറ്റി. കുഴപ്പമില്ല, നമ്മൾ കണ്ടുപിടിക്കും. ഭൂമി ഉരുണ്ടതല്ലേ അല്ലേടി? കണ്ടുപിടിക്കും. ഇവളുടെ അമ്മേച്ചനെ കാണാനില്ല, എൻ്റെ അമ്മേച്ചനെ കാണാനില്ല, ഞങ്ങളുടെ ആൻറ്റീനെ ഒന്നും കാണാനില്ല.
ഫൈനലി കണ്ടുപിടിച്ചു, എല്ലാവരും കണ്ടുപിടിച്ചു. കുറേ പേടിച്ചു, കുറച്ച്. വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുപ്പായതുകൊണ്ട് തൊപ്പി മേടിച്ചു കേട്ടോ. വണ്ടിയിൽ അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ ഫുള്ള് അർമാതായിരുന്നു. പുറത്ത് നല്ല മഴയും. ലേക്കൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ റൂമിൽ തിരിച്ച് വന്നു വിത്ത് ഫുഡ്. കുറേ ഫുഡ് ഉണ്ട്. ഫുഡ് മീൻസ് പൊറോട്ട, ബട്ട് ഗീ റൈസ്. ഹലോ ഗൈസ്. എന്തത് കേക്കോ? അല്ല, നമ്മുടെ ചിക്കൻ്റെ എന്തോ വെറൈറ്റി ആണെന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയില്ല അത്. അപാര കോടയാണ്. കോട കാരണം ഒന്നും കാണാനും കൂടി ഇല്ല എൻ്റെ മുന്നേ. അവസ്ഥയാണ്. ഞാൻ വീഡിയോ എടുത്താൽ കാണുമെന്ന് എനിക്കറിയില്ല. ഫുള്ള് കോടയാണ്. ഇതെന്റെ ക്യാമറ ബ്ലർ ആയതല്ല, ഇത് ഫുള്ള് കോട പിടിച്ച് ഇരിക്കുകയാണ്. അമ്മേ, കുടത്തിന് നല്ല ഇടിവെട്ടുമുണ്ട്, മഴയുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ. കോടക്ക് മഞ്ഞിലോ താഴ്വരയിലോ